പേരില്ലാത്ത ഒരു കത്ത്. വരും എന്നു പറഞ്ഞത് ജനുവരി. ഇപ്പോൾ 5 മാസമാകുന്നു. കപ്പലുകൾ പലതും കടന്നുപോയി. പക്ഷേ തങ്കം വന്നു ചേർന്നില്ല. അവൾ ഒരാൾ മാത്രം കാത്തിരിക്കുകയായിരുന്നു. ആദ്യം സന്ദേശം അയച്ചു. വരാൻ പറ്റിയില്ലല്ലോ. വളരെ അടുത്തവളാണ്. പക്ഷേ വളരെയധികം അകലെയാണിപ്പോൾ. അവളുടെ ഹൃദയം പറയുന്നത്. തങ്കം, എന്റെ സന്ദേശം വിഷമമായെങ്കിൽ ക്ഷമിക്കണം. പക്ഷെ എനിക്കും നിനക്കും ക്ഷമ എന്നത് വേണ്ടതില്ലല്ലോ. നാം മനസ്സിലാക്കാൻ പഠിച്ചവരാണ്. ദിവസങ്ങൾ മാറുന്നു. അവൾ പലതവണ എഴുതുന്നു. പഠിച്ചതുപോലെ മനസ്സാക്ഷിയോട് സംസാരിക്കുന്നു. അവിടെ ഉള്ള കാര്യങ്ങൾ എനിക്ക് പറയാതെ തന്നെ അറിയാമല്ലോ. പക്ഷേ ഒരിക്കൽ പറഞ്ഞു ചേർത്തുപിടിച്ച കയ്യിൽ ഇപ്പോൾ ശീതളമായ ശൂന്യത മാത്രമാണ്. അവൾ വീണ്ടും പറയുന്നു, തങ്കം എന്നോട് പിണങ്ങരുത്. അതെനിക്ക് സഹിക്കാൻ പറ്റൂല. ഞാനെന്തിന് പിണങ്ങണം? പക്ഷേ പിണങ്ങാൻ പറ്റാതെ പോയിരിക്കുന്നു. തങ്കമല്ലാതെ എനിക്കാരുണ്ട്? ആ ചോദ്യം ഉച്ചത്തിൽ ആരും കേൾക്കില്ല. പക്ഷേ കടൽ അതിനെ തെരയടിയിൽ ചിരിച്ചു മറുപടി പറയുന്നു. ചായ കപ്പിനകത്തേക്ക് കണ്ണുനീർ വീണു ചേർന്നപ്പോഴാണ് അവളെ അവളായി തിരിച്ചറിയുന്നത്. അവളെ പോലെ ഒരാൾക്ക് പേര് പോലും പറയാനാവാത്ത ആകാശം പോലെ ഒരു മെസ്സേജ് മാത്രം മതിയായിരുന്നു. നീ വരാതെ പോയ ദിവസം മുതൽ ഞാനെന്റെ ഉള്ളിലേക്ക് തിരിച്ചു പോകുന്നു തങ്കം. ഞാൻ മുഴുവൻ നീയായിരുന്നു.